പാർട്ടിയിലൊക്കെ വിളമ്പാനേ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസ്മലായിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കിക്കോ. ഫസ്റ്റ് തന്നെ 1.5 കപ്പ് പാല് എടുത്തിട്ട് അതിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കാരണം ഞാനിവിടെ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ, മധുരം കുറച്ച് മതി എന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ടിട്ട് ഇളക്കി കൊടുത്ത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ. അതവിടെ ആകുമ്പോൾ നമുക്കിവിടെ ഒരു ബൗളിൽ 2 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടോ. ഞാൻ 2 കപ്പ് പാൽപ്പൊടിയിൽ 1 സ്പൂണ് ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇതിൽ നമ്മളിനി പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ 1 സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കണം എന്ന് തോന്നിയപ്പോൾ ഒരു ഇത്തിരിയും കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തതാണ്. ഇനിയിപ്പോൾ ഇതാ ഒരു കോഴിമുട്ട പൊട്ടിച്ചങ്ങാണ്ട് അതിൽ ഫസ്റ്റ് ഞാൻ ആദ്യം ഒരു ഇത്തിരി ഒഴിച്ച് കൊടുത്തു. ഇനി വെള്ളം ഇത് ലൂസായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഫുള്ളായിട്ട് തന്നെ പിന്നെ ഒഴിച്ച് കൊടുത്തു. ഒന്ന് സോഫ്റ്റായിട്ട് വേണം കേട്ടോ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. കൈ കൊണ്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ. ഇതാ ഈ നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ഇത്തിരി വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളിതാ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കുക. ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റുക കേട്ടോ. ഇത് നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോഴേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റേറ്റാണ് കേട്ടോ. കാരണം പാൽപ്പൊടിയും നെയ്യും ഇത്തിരി ഒരു കോഴിമുട്ട ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു മധുരം കൊടുക്കാമെന്ന് വെച്ചാൽ മറ്റേത് നമ്മൾ പായസം അങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുക്കണ്ടേ, അതിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതാ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഈ ഉരുള കയ്യിൻ്റെ നടുകിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, 2 ഭാഗം ഒന്നിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. ഇതാ എല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ പാലില്ലേ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെന്ത് ചെയ്യണം, ഓരോന്നോരോന്നായിട്ട് നമ്മൾ അതിൽ ഈ തിളക്കണ പാലിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ തിളച്ച് വന്ന പാലിൽ ഇത് നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇതിലിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ ഡബിൾ സൈസായിട്ട് മാറും കേട്ടോ. കണ്ട, ഇതിങ്ങനെ പൊങ്ങി വന്നിട്ട് ഒരു ഡബിൾ സൈസായി മാറിയത് കണ്ട. നല്ല കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഒന്ന് ലൈക്ക് ഇടാനും മറക്കരുത് കേട്ടോ. ലൈക്ക് ഇടാൻ ചില ആളുകളൊക്കെ മറന്നു പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മിൽക്ക് മെയ്ഡും പാലും കൂടിയതിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയി കിട്ടണം, നന്നായിട്ട് പൊങ്ങി വരും ചെയ്യും. അപ്പോൾ കണ്ടോ, ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇനിയിപ്പോൾ ഗസ്റ്റുകൾ വരുമ്പോൾ നമ്മൾ എന്തുണ്ടാക്കി കൊടുക്കും മധുരം എന്ന് വിചാരിച്ച് നിൽക്കണ്ട. പാൽപ്പൊടി കോഴിമുട്ട ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരുവത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യുന്നത് ആ പാത്രത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് തിളച്ച് വരുമ്പോൾ ഈ നമ്മൾ പാലൊഴിച്ചതില്ലേ അതൊന്ന് കുറുകി വരും കേട്ടോ. എല്ലാതും ഞാനതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ്, കണ്ടാൽ തന്നെ അറിയാം, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ബദാം ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ഞാൻ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ എന്തെങ്കിലും കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാല് തിളപ്പിക്കുമ്പോൾ അതിലൊരു ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ സാഫ്രോണൊക്കെ അല്ലേ
കുങ്കുമപ്പൂവ് ഉണ്ടെങ്കിൽ ഒരിത്തിരി ആ പാല് തിളക്കുമ്പോൾ അതിലിട്ട് കൊടുത്താൽ ഒരു യെല്ലോ കളറായിട്ട് വരും. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കണ്ടോ നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഉണ്ടാക്കാനും എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.